ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ സുരക്ഷിത മേഖലകളിലേക്ക് മാറണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഏതുതരം വിസയെന്ന് പരിഗണിക്കാതെ നിർദ്ദേശം പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിക്കുന്നു. അതേസമയം ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ടെഹ്റാൻ തുടച്ചു നീക്കുമെന്ന ഇസ്രായേൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെഹ്റാനിൽ ജീവിക്കുന്നവർ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. കഴിവതും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബന്ധുത്വം ഇപ്പോൾ പരിഗണിക്കില്ല. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക എന്നതാണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത്. അതിർത്തികൾ തുറന്നിരിക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചതിനാൽ ഒഴിപ്പിക്കൽ നടപടികൾക്ക് തടസ്സമില്ല. ഇതിനിടെ ഇസ്രായേലിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണ് എന്ന് ടെൽ അവീവിലെ എംബസി അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളടക്കം എല്ലാ മേഖലയിലെയും ഇന്ത്യൻ പൗരന്മാരുമായി എംബസി ബന്ധപ്പെടുന്നുണ്ട്. അധികൃതരുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. ടെഹ്റാനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെയാകും ആദ്യം ഒഴിപ്പിക്കുക. ഇറാനിൽ 1500-ലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അനിശ്ചിതത്വത്തിൽ കഴിയുന്നത്. വിദ്യാർത്ഥികളെ എംബസി തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും എംബസി അറിയിച്ചു. ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.